ഹലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മളിന്നൊരു പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അന്ന് വീട്ടിലുണ്ടാക്കിയ ഉള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറാണ്. അപ്പോൾ പൊതിച്ചോറിൻ്റെ പ്രധാന കഥാപാത്രങ്ങളായ മുട്ട വറുത്തതോ ചമ്മന്തിയോ അച്ചാറുകളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു തോരനും പിന്നെ ചാറുകറിയും പിന്നെ മീൻ വറുത്തതും പപ്പടം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൊരു പൊതിച്ചോറാണ്. അപ്പോൾ ഇത് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തക്കാളിക്ക് ചാറുകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ 2 തക്കാളിക്കും കുറച്ച് സവോളയും പച്ചമുളകും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അച്ചിങ്ങാപ്പയറൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ തക്കാളിക്കായ്ക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം കൂടെയാണ് കേട്ടോ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം ഇട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ ജീരകം ഇല്ലാതെ മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ വേണേലും അരച്ചെടുക്കാം കേട്ടോ. ഏത് രീതി വേണേലും അരപ്പ് തയ്യാറാക്കാം. ഇപ്പം ഞാനിവിടെ പെരിഞ്ചീരകം ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേനും ഒരുപാട് ചാറ് നീണ്ടും പോകണ്ട, ഒരുപാട് കുറുകിയിരിക്കുകയും വേണ്ട കേട്ടോ. ആ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് കടുക് കൂടെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുക് പിന്നെ ചെറിയുള്ളി, നമ്മുടെ ചുമന്നുള്ളി പിന്നെ വറ്റൽമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ചേട്ടൻ മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കുഞ്ഞു മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കടുക് താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് മൂടി വെച്ച് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പയറിട്ട് കൊടുത്തു. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കണം കേട്ടോ, അന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് അരപ്പിനായിട്ട് ഞാൻ തേങ്ങായും പിന്നെ കാന്താരി മുളകും നമ്മുടെ ചുമന്നുള്ളി 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാനായിട്ട് മൂടി വെച്ചാണ്. ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതും കൂടെ ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പയർ തോരൻ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ മത്തിയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കറി വെക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മുടെ കടുകും ഉലുവയും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടി വെള്ളം ഒഴിച്ച് നനയ്ക്കല് കേട്ടോ. ആ എണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് കൊടുത്തു അതൊന്ന് വെള്ളം വറ്റി അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും കേട്ടോ. ആ ഒരു പാകത്തിലാക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ നന്നായിട്ട് വഴന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കേട്ടോ. അന്ന് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ മത്തിയൊക്കെ ഇട്ട് കൊടുത്തു. കുഞ്ഞു മത്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞു മത്തി ഇങ്ങനെ മുളകിൽ കറി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെയാണ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മീനെടുത്തൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറിനുള്ള നേരമായി. അപ്പോൾ പൊതി കെട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാം. പൊതി കെട്ടി കഴിച്ചില്ലെങ്കിലും പാത്രത്തിലാണ് കഴിച്ചെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേന് ചേട്ടൻ പോകാൻ റെഡി ആയപ്പോഴത്തേന് നമ്മൾ പൊതിച്ചോറ് കെട്ടുവാണ് കേട്ടോ. അപ്പോൾ ഇലയിലേക്ക് ചോറിട്ട് കൊടുത്തു. നമ്മുടെ പയർ തോരനും വെച്ച് കൊടുത്തു. പിന്നെ പപ്പടം ആൾക്കിങ്ങനെ മേലെ വെച്ചിട്ട് അന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കുഞ്ഞു പപ്പടമായിരുന്നു. അപ്പോൾ അത് ഒരു 3-4 പപ്പടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിൻ്റെ മേളിലായിട്ട്. പിന്നെ മത്തി വറുത്തത് ഇലയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പൊതിഞ്ഞ് സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചാറുകറിയൊക്കെ നമ്മളൊരു കുപ്പിക്കകത്താണ്, ഇതിലേക്ക് ഒഴിക്കുന്നില്ല. അത് വേറെ സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് പൊതിയൊക്കെ ചേട്ടൻ നന്നായിട്ട് പൊതി കെട്ടു കേട്ടോ. അപ്പോൾ ചേട്ടനാണ് പൊതിയൊക്കെ കെട്ടുന്നത്. അപ്പോൾ അതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാറുകറിയൊക്കെ അപ്പോഴത്തേന് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിക്ക കറിയും
പിന്നെ നമ്മുടെ മത്തിക്കറിയും കൂടെ എടുത്തിട്ട് 2 പാത്രങ്ങളിലായിട്ട് അതും റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്കിന് ചേട്ടൻ എന്താ പൊതിഞ്ഞ് നല്ല സെറ്റാക്കി എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൊണ്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, കഴിക്കുന്ന അവർക്കും ഒരു സന്തോഷം അല്ലേ. അപ്പം പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കറികളും ഇങ്ങനെ പൊതി കെട്ടിയതും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.